ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തന്ത്രി കണ്ഠരര് രാജീവർ അറസ്റ്റിൽ. പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം തന്ത്രിയെ അറസ്റ്റ് ചെയ്തത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ അവസരങ്ങൾ നൽകിയത് തന്ത്രിയാണെന്നാണ് SITയുടെ കണ്ടെത്തൽ. തന്ത്രിയെ തിരുവനന്തപുരത്ത് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് എത്തിച്ചു. RB സനൂപും സേഫ് സൈനുലാബ്ദീനും ചേർന്നത്. ആദ്യം RB സനൂപിലേക്ക് പോവുകയാണ്. സനൂപ്, ഇപ്പോഴും ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഇത് ഇനിയും നീളാനുള്ള സാധ്യതയാണോ അറിയുന്നത്? അതിനുശേഷം വൈദ്യപരിശോധനയ്ക്കൊക്കെ എത്ര മണിയോടുകൂടി കൊണ്ടുപോകാനാണ് സാധ്യത? ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്താണ്? ജീന, ഏറ്റവും ഒടുവിലായിട്ട് പറയേണ്ട കാര്യം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈഞ്ചയ്ക്കലുള്ള ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് തന്ത്രി കണ്ഠരര് രാജീവരെ എത്തിച്ചിട്ടുള്ള ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ട് നേരത്തെ തന്നെ ഒരു നോട്ടീസ് കൊടുത്തിരുന്നു ഹാജരാവണമെന്ന്. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തിന് ആദ്യം ഒരു രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് ചോദ്യം ചെയ്യുകയും അതിന് ശേഷമാണ് അദ്ദേഹത്തെ ഇവിടേക്ക് ഈ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് പ്രത്യേക അന്വേഷണ സംഘം എത്തിച്ചത്. 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്ത്രി കണ്ഠരര് രാജീവരിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് അറിയേണ്ടതുണ്ട്. അത് നേരത്തെ ഒരു ഘട്ടത്തിൽ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ മൊഴിയായിട്ട് അന്ന് രേഖപ്പെടുത്തിയിരുന്നു. അതിലൊന്ന്, ഈ ശബരിമലയിലെ ഏത് വസ്തുക്കൾ പുറത്തു കൊണ്ടുപോകണമെങ്കിലും, അതിപ്പോൾ ഈ പറഞ്ഞ പോലെ സ്വർണ്ണപ്പാളികളാണെങ്കിലും മറ്റെന്ത് വിലപിടിപ്പുള്ള വസ്തുക്കളാണെങ്കിലും അതിന് ബോർഡിന്റെ അനുമതി മാത്രമല്ല തന്ത്രിയുടെ അനുമതി കൂടെ വേണമായിരുന്നു. അന്ന് ഈ 2019 ഈ ദ്വാരപാലക ശില്പപാളികളിലെ ഈ സ്വർണവും അതേപോലെ തന്നെ കട്ടളപ്പാളിയിലെ സ്വർണം പാളികളും ഇത് രണ്ടും പുറത്തേക്ക് കൊണ്ടുപോയത് തന്ത്രിയുടെ അനുമതിയോടുകൂടിയാണെന്നുള്ള കാര്യം ഉദ്യോഗസ്ഥരും അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്നിട്ടുള്ള പത്മകുമാറും പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരുന്നു. രണ്ടാമത്തെ കാര്യം, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലേക്ക് എത്തിച്ചത് അത് തന്ത്രി കണ്ഠരര് രാജീവരാണ് എന്നുള്ള മൊഴിയും പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭ്യമായിരുന്നു. ഈ 2 കാര്യത്തിലും വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് തന്ത്രി കണ്ഠരര് രാജീവരെ ചോദ്യം ചെയ്തത്. അന്ന് ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ മൊഴിയെടുത്തപ്പോൾ അദ്ദേഹം ഇത് രണ്ടും നിഷേധിക്കുകയാണ് ചെയ്തത്. തന്റെ അനുമതി ഉണ്ടായത്, പക്ഷേ അത് പുറത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ആയിരുന്നില്ല തന്റെ അനുമതി എന്നുള്ള കാര്യമാണ് അന്ന് തന്ത്രി കണ്ഠരര് രാജീവര് പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴിയായി രേഖപ്പെടുത്തി നൽകിയത്. രണ്ടാമത്തെ കാര്യം, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാം, പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലേക്ക് എത്തിച്ചത് താനല്ല എന്നുള്ള കാര്യമാണ് അന്ന് തന്ത്രി കണ്ഠരര് രാജീവര് വ്യക്തമാക്കിയത്. പക്ഷേ അത് പോരാ, അതിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയും ഈ പറയുന്ന പോലെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എന്തെങ്കിലും ഗൂഢാലോചനയിൽ തന്ത്രിയും പങ്കാളിയായിട്ടുണ്ടോ, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ എന്തെങ്കിലും തന്ത്രിക്ക് കിട്ടിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ കൂടി വിശദമായിട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് അറിയേണ്ടതുണ്ട്. നിലവിൽ ഇപ്പോൾ ഈ ഗൂഢാലോചന നടത്തിയതിനോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടം കിട്ടിയതിനോ ഒരു തെളിവും നിലവിൽ ഇപ്പോൾ ഈ തന്ത്രിയുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പക്കലില്ല. പക്ഷെ എന്നാൽ പോലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധം അത് ഈ പറയുന്ന പോലെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് തന്ത്രി കണ്ഠരര് രാജീവര് പോയി പൂജയും മറ്റുമൊക്കെ നടത്തിയത്. അപ്പോൾ ഇങ്ങനെ ഉള്ളതിൽ എന്തെങ്കിലും അവിശുദ്ധമായിട്ടുള്ള ബന്ധം ഇവർ തമ്മിൽ ഉണ്ടോ എന്നുള്ള കാര്യം പ്രത്യേക അന്വേഷണ സംഘത്തിന് അറിയേണ്ടതുണ്ട്. അപ്പോൾ അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചത്. ഇന്നിപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏത് സമയത്ത് വേണമെങ്കിലും അദ്ദേഹത്തിന്റെ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി പുറത്തിറങ്ങും. അതിനുശേഷം അദ്ദേഹത്തെ കൊല്ലം കോടതിയിലേക്ക് കൊണ്ടുപോകും. എന്തായാലും റിമാൻഡ് ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആ റിമാൻഡ് റിപ്പോർട്ടും അതോടൊപ്പം തന്നെ പോലീസ് നൽകുന്ന കസ്റ്റഡി അപേക്ഷയും അതിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഉൾപ്പെടുത്തിയിട്ടുള്ളത്, അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തന്ത്രി ചെയ്ത കാര്യങ്ങളെ പറ്റിയുള്ള കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകുക. എന്തായാലും പത്മകുമാർ തുടക്കം മുതൽ തന്നെ ഇക്കാര്യങ്ങൾ മാധ്യമങ്ങളോട് അടക്കം പറഞ്ഞിരുന്നു. ദൈവതുല്യനായിട്ടുള്ള ഒരാൾ ഈ കേസിന്റെ പ്രധാനിയാണ്, അദ്ദേഹം എല്ലാം അറിഞ്ഞിട്ടുണ്ട്, അദ്ദേഹമാണ് ഈ പറയുന്ന പോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലേക്ക് എത്തിച്ചെന്നുള്ള കാര്യമൊക്കെ തന്നെ തുടക്കം മുതലേ പത്മകുമാർ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. എന്തായാലും ആ ദൈവതുല്യൻ ആദ്യം കരുതിയിരുന്നത് പോലെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണോ, അതല്ല ഈ തന്ത്രി കണ്ഠരര് രാജീവർ തന്നെ ആയിരുന്നോ ഈ പറയുന്ന ദൈവതുല്യനായിട്ടാണെന്നുള്ള കാര്യം ഏകദേശം അതിന്റെ സത്യം, അതിന്റെ ചുരുൾ അഴിഞ്ഞു വരുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തിയതോടുകൂടി ഇപ്പോൾ 11 പേരുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി മുതൽ ഏറ്റവും ഒടുവിലായിട്ട് അറസ്റ്റ് ചെയ്ത മുൻ ദേവസ്വം ബോർഡ് അംഗം N വിജയകുമാർ വരെ നമുക്ക് നോക്കുകയാണെങ്കിൽ എല്ലാവരും ഈ മൊഴി നൽകിയപ്പോഴൊക്കെ തന്നെ ഈ പറയുന്ന പോലെ തന്ത്രിയുടെ അനുമതി, ഈ സ്വർണം ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ വേണ്ടി, സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള അനുമതി തന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അറിയിച്ചു. എന്തായാലും തുടക്കം മുതൽ ഇക്കാര്യം നിഷേധിച്ച തന്ത്രി കണ്ഠരര് രാജീവർ ഇനിയിപ്പോ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യലിൽ എന്തൊക്കെയായിരിക്കും പറയുക എന്നുള്ളത് നിർണായകമാണ്. എന്തായാലും ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം അതിന്റെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു. അവിടെയാണ് ഏറ്റവും ഉന്നതനായിട്ടുള്ള
ഒരുപക്ഷെ ശബരിമലയിലെ ബോർഡിനേക്കാൾ ഉയർന്ന് ഈ പറയുന്ന പോലെ ദൈവത്തിന്റെ ആൾരൂപമായിട്ട് തന്നെ സാങ്കല്പികമായിട്ട് കരുതുന്ന തന്ത്രി, ആ തന്ത്രിയുടെ അറസ്റ്റിലേക്കാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. തന്ത്രി കണ്ഠര് രാജീവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയോടുകൂടി ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ഘട്ടത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം എത്തി നിൽക്കുന്നു. ഇനി ഈ പറയുന്ന പോലെ ഇതിൽ ഗൂഢാലോചനയിൽ അദ്ദേഹത്തിന് പങ്കുണ്ടായിരുന്നോ, അതല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും നേട്ടം ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ലഭ്യമായിട്ടുണ്ടോ, ഇതെല്ലാം തന്നെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ആദ്യഘട്ട ചോദ്യം ചെയ്യലിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുള്ള പ്രതികരണങ്ങൾ ഇതെല്ലാം തന്നെ അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഉണ്ട്. അതിൽ പറഞ്ഞ കാര്യങ്ങൾ കൂടി ചോദ്യങ്ങളായിട്ട് തന്ത്രി കണ്ഠര് രാജീവരുടെ മുമ്പിലേക്ക് വരുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതെല്ലാം കൂടി ചോദ്യം ചെയ്ത ശേഷം നിലവിൽ ഇപ്പോഴത്തെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി അദ്ദേഹത്തിനെ വൈദ്യപരിശോധനയ്ക്കും തുടർന്ന് കൊല്ലത്തേക്ക് കൊണ്ടുപോകും. വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ കസ്റ്റഡിയിൽ ലഭിച്ച ശേഷമായിരിക്കും. ആ സമയത്ത് ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒപ്പം ഇരുത്തിക്കൊണ്ടുള്ള ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം ഉണ്ടാവും. എന്തായാലും